ഇന്നത്തെ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിന്റെ 50 ഷെയ്ഡ്സിൽ വരുന്ന ഓയിൽ പാസിൽസ് ആണ്. നോർമൽ പേപ്പറിൽ ഓയിൽ പാസിൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 225 GSM വരുന്ന ഐവറി ഷീറ്റാണ്. പിന്നെ ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ബ്രൗൺ കളർ എടുത്ത് മരത്തിന്റെ സ്റ്റെമ്മും റൂട്ട്സും വലിയ വലിയ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. ശേഷം ലൈറ്റ് ഗ്രീൻ എടുത്ത് ഇതുപോലെ ലീവ്സ് വരയ്ക്കാനായിട്ടുള്ള ഏരിയ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഡാർക്ക് കളർ ബ്ലൂ എടുത്ത് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. ഈ ട്രീ ഇപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെയാണ്. സോ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കേണ്ടത്. വരച്ച 5 ഷേപ്സിലും നമ്മൾ ഇതേപോലെ കളർ ചെയ്തെടുക്കണം. പിന്നെ അടുത്തതായിട്ട് ഡീപ്പ് ഗ്രീൻ എടുത്ത് ഇതുപോലെ കുറച്ച് ഏരിയയിൽ മാത്രം വരച്ചു കൊടുക്കണം. ഒരു ട്രീയുടെ ലീവ്സ് ചെയ്യാനായിട്ട് നമ്മൾ 4 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കളറായിട്ട് ലൈറ്റ് ഗ്രീൻ എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ വരച്ചു കൊടുത്ത ശേഷം അവസാനമായിട്ട് യെല്ലോ കളർ എടുത്ത് ബാക്കി വരുന്ന പോർഷൻസ് കൂടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഇനി മൊത്തത്തിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോട്ടൺ ബഡ്സ് ആണ്. ജസ്റ്റ് വിരൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത് വെച്ച് നമുക്ക് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ടോപ്പിൽ നിന്ന് താഴത്തോട്ടേക്കായിട്ടാണ്, അതായത് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട്. ഒരു ഏരിയ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഞാൻ കോട്ടൺ ബഡ്സ് ചുമ്മാ കളയണ്ടല്ലോ എന്ന് കരുതി ലൈറ്റ് ഷെയ്ഡ്സ് ആദ്യം ചെയ്ത് പിന്നെ അടുത്ത കളർ വെച്ച് ഓരോന്നായിട്ട് ചെയ്തു പോകുന്നതേ ഉള്ളൂ. നല്ല രീതിക്ക് പയ്യെ പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്ത ശേഷം ആദ്യം യൂസ് ചെയ്ത ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ, അതായത് പ്രഷ്യൻ ബ്ലൂ, അത് വെച്ച് ലീവ്സിൻ്റെ ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കണം. ജസ്റ്റ് ചെറിയ ചെറിയ കർവി ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഡോട്ട്സ് അല്ല, ചെറിയ ലെങ്ത്തിലുള്ള കർവി ലൈൻസ്. ഓൾറെഡി നമ്മൾ ഈ കളർ യൂസ് ചെയ്ത ഏരിയയുടെ എല്ലാം താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കണം. ലൈറ്റ് ഷെയ്ഡ്സ് വരുന്ന പോർഷൻസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലൈറ്റ് ഗ്രീൻ എടുത്ത് ഇതേപോലെ തന്നെ വീണ്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡ്സിന് മുകളിൽ ഇത് വിസിബിൾ ആയി കാണും. ലൈറ്റർ പോർഷൻസിലും നമ്മൾ കുറച്ചൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ലൈറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കണം. സോ ബ്ലാക്ക് കളർ വെച്ച് റൈറ്റ് സൈഡിൽ കളർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രൗൺ കളർ വെച്ച് അടുത്ത ഏരിയ ചെയ്യണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല, ബ്ലാക്ക് ചെയ്യുന്നതിൻ്റെ മുകളിൽ കൂടെ ബ്രൗൺ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം ഫില്ല് ചെയ്ത് വരാനായിട്ട്. പിന്നെ ലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന പോർഷൻസിൽ ലൈറ്റർ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്ത് കൂടെ കൊടുക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കർ ഷെയ്ഡാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഷെയ്ഡിങ് തീരുന്നില്ല. ലാസ്റ്റായിട്ട് വൈറ്റ് കളർ എടുത്ത് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പോർഷനിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കി ഏരിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കുക. വുഡിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ്. ഇനി ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ബ്ലാക്ക് കളർ വെച്ച് വരച്ചു കൊടുക്കണം. ഈ ബ്രാഞ്ചസ് പോകുന്ന ഡയറക്ഷൻ ലീവ്സിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന പോലെ വേണം വരയ്ക്കാനായിട്ട്. ടു ബി ഹോണസ്റ്റ്, ഞാൻ വരച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ട്രീയുടെ പരിപാടി എന്തായാലും കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് ഗ്രൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്. ഡാർക്കർ ഷെയ്ഡ്സ് തുടങ്ങി ലൈറ്റർ ഷെയ്ഡ്സിൽ അവസാനിപ്പിക്കുന്നു. ലീവ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത സെയിം കളേഴ്സാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ കോട്ടൺ ബഡ്സ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഗ്രൗണ്ട് ഇല്ലാതെയായിരുന്നു ഇത്തിരി കൂടെ ബെറ്റർ. എന്തായാലും എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. എന്തായാലും ഡ്രോയിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ബൈ ബൈ.